എന്തോ മൂത്തോണ്ണ എന്തുറ്റി? ഞാൻ വിചാരിച്ച വല്ല മിന്നൽ അടിച്ചതായിരിക്കും. ലൈറ്റ് ഇട്ടതാണ്. ലൈറ്റ് ഇട്ടതല്ലേ ഉള്ളൂ, അല്ലാതെ ബോംബൊന്നും ഇട്ടില്ലല്ലോ. എന്തോ സംഭവം? ഇനി എന്റെ അടുത്ത് ചോദിച്ചിട്ട് ഇവിടുത്തെ സ്വിച്ചൊക്കെ ഇട്ടാ മതി. ഓ, കറണ്ട് ബില്ല് ലാഭിക്കാനായിരിക്കും. അതുകൊണ്ടൊന്നുമല്ല. പിന്നെ അതെ, ചില ബുക്കുകൾ വായിക്കുമ്പോഴേ, പ്രത്യേകിച്ച് പ്രേത കഥകളൊക്കെ ഉള്ള ബുക്കുകൾ വായിക്കുമ്പോ ഇതുപോലുള്ള അരണ്ട മെഴുകുതിരി വെളിച്ചത്തിരുന്ന് വേണം വായിക്കാൻ. ഓ, ഈ അരണ്ട മെഴുകുതിരി വെളിച്ചത്തിരുന്ന് ഈ ഇങ്ങനെയുള്ള പ്രേത കഥ വായിക്കുന്നവരുടെ ധൈര്യം സമ്മതിക്കണം കേട്ടാ. എന്റെ ധൈര്യം പിന്നെ പണ്ടേ അണ്ണൻ അറിയാം ഓടാൻ. അതെ, ചന്ദ്രാസൻ കുടുംബം പണ്ടേ ധൈര്യത്തിന് ഫ്രണ്ടിൽ തന്നെയാണ്. ഏത് പ്രതിസന്ധികളും ഞങ്ങൾ നേരിടും. പ്രതിസന്ധി വേറെ, പ്രേതം വേറെ, രണ്ടിലും ഉണ്ടെന്നേ ഉള്ളൂ കേട്ടാ. പക്ഷെ രണ്ടും നേരിടാനുള്ള ധൈര്യം ഒന്നാണ്. അത് ശരിയായി. പിന്നെ ഇതൊക്കെ പറഞ്ഞല്ലോ, ആരായിരുന്നു ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കി കൂടെ പതുക്കെ വന്നിട്ട് പേടിച്ചു കണ്ട. ഇപ്പൊ പേടിച്ചല്ല, അത് പേടിച്ചതൊന്നുമല്ല. പിന്നെ പ്രേതങ്ങൾ അങ്ങനെയൊന്നും അല്ല വരുന്നത്. പിന്നെ എങ്ങനെയാണ് വരുന്നത്? പറഞ്ഞാണ് അത് വരുമ്പോ ഒരു തണുത്ത ഒരു കാറ്റ് വീശും, കുതിരയിലെ കുളമ്പടി ശബ്ദം കേൾക്കും, പിന്നെ പട്ടികൾ ഊരിയിടും. പട്ടികൾ വാരിയല്ല, ഊരിയിടും. വീടേ ഓരെന്ന് പറയാം. നിങ്ങൾ വിശ്വസിക്കില്ല അണ്ണാ, ഇതൊക്കെ ഞാൻ ഒരു തമിഴ് സീരിയലിൽ കണ്ടതാ. അത് സീരിയലല്ലേ? സീരിയൽ വേറെ, ഒറിജിനൽ വേറെ. അല്ല അണ്ണാ, പിന്നെ പഴയ ഈ തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളുണ്ടല്ലോ, അവിടെ ഇപ്പോഴും ഇതിന് രാത്രി സഞ്ചാരം ഉണ്ട്. ഇവര് വരുമ്പോ ഒരു ഇളം കാറ്റ് വീശും, പട്ടികൾ ഓരിയിടും. കേട്ട് ഇപ്പോഴും ഈ ശബ്ദം പണ്ടത്തൊക്കെ കേട്ടവർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ വിശ്വസിക്കൂല. സത്യം ഞാൻ കാണിച്ചു തരാം. എന്താ ഇത്രയും പറഞ്ഞെന്നെ കൊന്നത് പോലെ താഴെ കിടന്ന് എന്റെ ശവം കൂടെ കാണണോ? ഇത് മാറ്റിവൈ. പിന്നെ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്റെ നാട്ടിലുണ്ട് ഒരു മണ്ടയില്ലാത്ത പ്രേതം. ചുമ്മാ പോവണ്ട അവിടുന്ന്. ചുമ്മാ പറഞ്ഞല്ല, പിന്നെ എന്റെ അപ്പനപ്പന്മാരെ കണ്ടിട്ടുണ്ടത്. മണ്ടയില്ലാത്ത പ്രേതം വയലിൽ കൂടെ പന്തമായിട്ട് ഇങ്ങനെ. പന്തോ? പിന്നെ നിങ്ങളെ പ്രേതത്തിന് കുതിരപ്പുറത്ത് പോവാന്നുണ്ടെങ്കിൽ എന്റെ പ്രേതത്തിന് പന്തവും കൊളുത്തി പോവാ. സത്യം, എന്റെ അപ്പനപ്പന്മാര് കണ്ട് പേടിച്ചിട്ടുണ്ട്. എത്രയോ ദിവസം പനി പിടിച്ച് കിടന്നിട്ടുണ്ട്. ചുമ്മാ അമ്മുമ്മയാണ്. അതിൽ പല എനിക്ക് വേറൊരാണില്ലല്ലോ, അറിയാലോ. ഈ കൃഷി സ്ഥലം എന്തെങ്കിലും നശിപ്പിക്കാനോ മോഷ്ടിക്കാനോ വന്നു കഴിഞ്ഞാൽ ഈ പ്രേതം പന്തെടുത്ത് എറിഞ്ഞു കൊല്ലും. മണ്ടയില്ലാത്ത പ്രേതമാണ്. നിങ്ങൾ പറയും പോലെ നടന്ന കഥയാണ്. മതി അണ്ണൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ആ പ്രേതം പ്രേതേ നേരെ വന്ന് കൃഷി സ്ഥലം മോഷ്ടിക്കുന്നവന്റെ അവിടെ നിന്ന് നേരെ തലയില്ലാത്ത പ്രേതം പന്തെടുത്ത്. മതിയാ? നല്ല ത്രില്ലിംഗ് സ്റ്റോറി ആയിരുന്നു. ബാക്കി വായിക്കുന്നില്ലേ? ഇനി വേണ്ട, പെട്ടെന്ന് ഉറക്കം വരല്. ആഹാ, അപ്പൊ ശരി, ഞാൻ പോട്ടാ. പിന്നെ അതെ, റൂം വരെ വരണ. എന്തിന്? വെറുതെ തമാശ പറഞ്ഞു പോവാ. ഞാൻ റൂം വരെ വരാം, പക്ഷെ എന്നെ തിരിച്ച് എന്റെ റൂമിലോട്ട് കൊണ്ടാക്കുവോ? അപ്പൊ ഞാൻ വീണ്ടും തനിച്ച് വരണ്ടേ? അതാണ് പ്രശ്നം. ഞാൻ കൊണ്ടാക്കാം. പറഞ്ഞ അത് വേണ്ട, നമുക്ക് അല്ലെങ്കിൽ വേറെ കേസ് ചെയ്യാം. നമുക്ക് വെളുക്കുന്നത് വരെ തെക്ക് വടക്ക് നടന്ന് പ്രേത കഥയൊക്കെ പറഞ്ഞ് ഈ മണ്ടയില്ലാത്ത പ്രേതത്തിന്റെ വേറെ കഥയുണ്ട് എന്റെ അപ്പൂപ്പൻ പറഞ്ഞു തന്നെ. വേണ്ട, ഞാൻ പോട്ടാ. ഒറ്റയ്ക്ക് പോവാ. പേടിയില്ലല്ലോ? ഇല്ല. പോണേ കേട്ടാ. അയ്യോ എന്തിനാ
ചോദിക്ക്. അച്ഛൻ എന്തിനാ നിലവിളിച്ചത്? കുതിര കുതിരയാ? പന്തം കുതിരപ്പന്തയോ? രാത്രിയിലോ? എവിടെ? പാടം പാടത്ത് പാടത്തെ കുതിരയാ? അച്ഛൻ എന്തൊക്കെ അച്ഛൻ പറയണത്? മണ്ടയില്ല. ആർക്ക്? നിങ്ങൾക്കോ? ആ, ഉണ്ട്. അയ്യോ അയ്യോ വന്ന് മണ്ടയില്ല പ്രേതം വന്ന്. അയ്യോ അത് മണ്ടയില്ല പ്രേതമൊന്നുമില്ല. അച്ഛന്റെ നിലവിളിയായിട്ട് ആരെങ്കിലും വന്നതായിരിക്കും. അമ്മ ഒന്ന് പോയി നോക്ക്. ശരിക്കും ശരിക്കും മണ്ടയില്ല പ്രേതം. പോയി നോക്കമ്മ. ഇത് ശ്ശേ. പോയി മണ്ടയില്ല പ്രേതം. എന്തോ പ്രശ്നം? എന്തോ നിലവിളി കേട്ടത്? എന്ത്? അത് പ്രശോഭേട്ടൻ എന്തോ കണ്ട് പേടിച്ചതാ. പക്ഷേ ലക്ഷ്മി കുഞ്ഞിന്റെ നിലവിളിയാണ് ഞങ്ങൾ കേട്ടത്. അത് ഏട്ടൻ നിലവിളിച്ചപ്പോ ഞാൻ കൂടുതൽ കമ്പനിക്ക് നിലവിളിച്ചേ ഉള്ളൂ. നിലവിളിക്കും കോറസാ? എന്തു കുഞ്ഞേ? എന്റെ മുത്തമക്കളെ ഇത് അതൊന്നും അല്ല. അച്ഛൻ നിലവിളിക്കണായിട്ട് അമ്മയും പേടിച്ചു. അപ്പൊ അമ്മയും നിലവിളിച്ചു. അത്രേ ഉള്ളൂ. അയ്യോ. ചേച്ചി എന്തെങ്കിലും ചെയ്തതായിരിക്കും, അതാണ് അണ്ണൻ നിലവിളിച്ചത്. ഞാനത് അല്ല, അവളെ കണ്ടല്ല ഞാൻ നിലവിളിച്ചത്. അപ്പൊ അതിലും വലുതെന്തോ കണ്ട് നിലവിളിച്ച. പ്രശോഭേട്ടൻ എന്തോ ഒരു സ്വപ്നം കണ്ടിട്ട് എന്തോ മണ്ടയില്ലാത്ത തെങ്ങെന്നോ കുതിരാന്നോ എന്തൊക്കെ പറയണ്ടായിരുന്നു. മണ്ടയില്ലാത്ത തെങ്ങല്ല, മണ്ടയില്ലാത്ത പ്രേതം. ഓ മറ്റേ പ്രേതോ? മണ്ടയില്ലാത്ത പ്രേതത്തെ അറിയോ? പിന്നെ എനിക്കറിയാം. നിങ്ങൾ പരിചയമുണ്ടോ? പിന്നെ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് ഞങ്ങൾ ഒരുമിച്ചാ പഠിച്ചത്. 5ാം ക്ലാസ് പഠിച്ചു തീർത്ത് മണ്ടയില്ലാത്തോട് സാറങ്ങ് പറഞ്ഞു വിട്ട്. എന്റെ ലക്ഷ്മി കുഞ്ഞ് അതൊന്നും അല്ല, ഇത് വലിയൊരു കഥയാണ്. എന്റെ അപ്പൂപ്പൻ പറഞ്ഞെന്ന കഥ. അതായത് മണ്ടയില്ലാത്ത പ്രേതം വയലിങ്ങനെ പന്തോ. എന്ത് നിങ്ങൾ അപ്പൂപ്പന്റെ ഒരു കഥ. ഞാൻ ഇപ്പം ടെൻഷൻ അടിച്ച് ചത്തേനെ. എന്തായി മുത്തുവണ്ണ? ഇപ്പം കണ്ണടയ്ക്കുമ്പോഴൊക്കെ അത് മുന്നിൽ വന്ന് നിക്കുക. അണ്ണ നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യാത്? അണ്ണ ഒരു കാര്യം ചെയ്യണ, അണ്ണന്റെ പേടിയെ ഇപ്പൊ മാറ്റിത്തരാം. എവിടെ പോണു? ഇവള് രാത്രി ഇത് എന്തോ ചെയ്യാൻ പോന്നു? വെട്ടുകത്തി എടുക്കാൻ പോയതായിരിക്കും. അല്ല, തലേനെ അടിയിൽ വെക്കാൻ പേടി വരില്ല. വെട്ടുകത്തി വെച്ചാ. എന്റെ പൊന്നണ്ണ, രാത്രി ഇനി ഇവൾ ആരെങ്കിലും പെട്ടതായിട്ട് കാണണം. എന്നെ എന്നിട്ട് എടുത്ത് വെട്ടിക്കൊള്ളും. അങ്ങനൊരു വിഷയമുണ്ട്. അണ്ണന്റെ പേടി ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എന്താ? ഇത് പൗഡറോ? അണ്ണ അണ്ണന് പേടിക്കൂല, അണ്ണ സുഖം ഇടന്ന് തുടങ്ങിക്കോ. പിന്നെ ഇതെന്താ മാജിക്കോ? ഒരു ഭസ്മക്കുറി കിട്ടുമ്പോഴത്തേക്ക് അങ്ങ് പേടി മാറാൻ വേണ്ടിട്ട്. അതെന്തെങ്കിലും എന്റെ കയ്യിൽ ഒരു ഐറ്റം ഇരിപ്പുണ്ടല്ലോ. ഞാനും തപ്പട്ടെ. ലക്ഷ്മി, തപ്പലും പറക്കലും ഒക്കെ നാളെ. ചെറിയമ്മ, എന്നാ എനിക്കും കൂടി ആ ഭസ്മം ഇട്ടോ. അമ്മേടെ നിലവിളിയായിട്ട് ഞാൻ പേടിക്കാതിരിക്കേ. സത്യം, ആ ഭസ്മം ഇട്ടതിലേക്ക് ഒരു ആശ്വാസമുണ്ട്. എന്തോ നാളെ രാത്രി കിടന്നുണ്ട് ഈ ബഹളവും വിളി അലർച്ചയും എല്ലാം കൂടെ. അത് അമ്മയും കേട്ടായിരുന്ന? ആ അമ്മയും കേട്ടായിരുന്നു. അത് പിന്നമ്മ, ഞാൻ ആ പ്രേതത്തിന്റെ ബുക്ക് വായിച്ചില്ലേ. അയ്യോ, പേടിയുണ്ട്. ഇങ്ങനത്തെ പുസ്തകം എന്റെ പൊന്നും വായിക്കരുത്. അല്ലമ്മ, പെട്ടെന്നൊരു ആവേശത്തിന് വായിച്ചതാ. ഷടാ, ഒരു കെട്ടിയോൻ കിടന്ന് ഒച്ച വിളിയും ബഹളവും ഒക്കെ ആവുമ്പോ എന്താന്ന് അന്വേഷിക്കാതെ കൂടെ കിടന്ന് പോകുന്ന ഒരു പെണ്ണും പിള്ളേ ഞാൻ ആദ്യം കാണുക മോനെ. സത്യം അമ്മ, അവൾ ഇതുവരെ എന്തിനാണ് വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതാ ഞങ്ങൾക്കും അറിയേണ്ടത്. ഈനാം പെച്ചിക്ക് ബലപ്പെട്ടിന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് കൊച്ചമ്മ. തൽക്കാലം അത്ര മനസ്സിലാക്കിയാ മതി. അല്ല കൊച്ചമ്മ, ഈനാം പെച്ചിയെ കണ്ടില്ല. ഇന്നലെ രാത്രി അമ്മ എന്തൊക്കെയോ പിച്ചും പയ്യൊക്കെ വിളിച്ച് പറയണം. പാവം, അതിന്റെ ക്ഷീണത്തിൽ ഇതുവരായിട്ട് എണീറ്റില്ല. കൊച്ചമ്മ, ഇതാര് വന്ന് നിൽക്കുന്ന നോക്ക്. ഇതാര്? നീ ഇതവിടെ പോയിട്ട് വരുന്നത്? ഞാൻ രാവിലെ അമ്പലത്തിൽ പോയതമ്മ. ദേ പ്രശോഭണ് ഒരു നൂലും ജപിച്ച് മേടിച്ച് പിന്നെ അർച്ചനയും കഴിപ്പിച്ച്. നന്നായി മോളെ. അത് നന്നായി. ഇനി രാത്രി കിടന്ന് നിലവിളിക്കുകയല്ലോ. അത് തരാ. അല്ല, നീ ഇന്നലെ രാത്രി പ്രശോഭന ഏതാണ്ട് ഭസ്മം ഇട്ടെന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞല്ലോ. പിങ്കിമോളോ എന്ന് പറഞ്ഞല്ലോ. അയ്യോ അമ്മ, സത്യം, ഇവള് നിന്ന് ആ ഭസ്മം ഇട്ടിട്ടാണ് ഞാൻ പേടിക്കാതെ കിടന്ന് ഉറങ്ങിയത്. സുഖം ഉറക്കം കിട്ടി. ഇരിക്കും മക്കളെ, വല്ല കഴിക്കുവാ. ഇന്നലെ രാത്രി ഞാൻ ഭസ്മം ഇട്ട് വന്നില്ലേ, അണ്ണ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്ത്. അതൊക്കെ ഒരു വിശ്വാസമാണ് അണ്ണ, അല്ലാതെ അതിൽ മന്ത്രവും ഇല്ല തന്ത്രവും ഇല്ല. മോളെ, അതെ, നിങ്ങൾ ചേട്ടനും അനിയത്തി തമ്മിലുള്ള പരസ്പര വിശ്വാസത്തിന്റെ. അല്ല കൊച്ചമ്മ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവര് ഒറിജിനൽ അനിയത്തിയും ചേട്ടനും ആണോ. ആർക്കറിയാം, ചിലപ്പോ പോയ ജന്മത്തിൽ ഇവര് ചേട്ടനും അനിയത്തി ആയിരുന്നിരിക്കും. അയ്യോ, പോയ ജന്മത്തിലല്ല, ഈ ജന്മത്തിൽ ഞങ്ങൾ അത് തന്നെ. മക്കളെ, നീ ആണ്ടാ കൊണ്ടുവന്ന ചേട്ടൻ അവന്റെ കയ്യിലൊന്ന് കെട്ടിക്കൊടുക്ക്. ചരടൊന്നും കെട്ടണ്ട. ഇവിടെ
അമ്പലത്തിൽ ജപിച്ചോണ്ടത് ചരടാ. അതെ അമ്മേ, പക്ഷേ ഏട്ടന് അടുത്ത ആഴ്ച ബാംഗ്ലൂർ വെച്ച് വലിയൊരു മീറ്റിംഗ് ഉള്ളതാ. അപ്പൊ ആ മീറ്റിങ്ങിന് പോകുമ്പോ ഈ ചരടൊക്കെ കൈ കെട്ടിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാ അത് ഏട്ടന്റെ പേഴ്സണാലിറ്റിക്ക് അത് ചേരില്ല. ഓ, എന്റെ പേഴ്സണാലിറ്റി അങ്ങനെ വല്ലതും ഉണ്ടോ അവന്? യോ, എന്തൊക്കെയാ ഈ പറയുന്നത് കുഞ്ഞെ? ഇത് അമ്പലത്തിൽ ജപിച്ചോണ്ട ചരടല്ലേ, അതൊന്ന് കെട്ടിയെന്ന് വിചാരിച്ചാൽ എന്താ കുഴപ്പം? അല്ലമ്മ, ഇനിയിപ്പോ മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് അത് അഴിച്ചു വെക്കേണ്ടി വരും. ഇത് കെട്ടിക്കൊണ്ട് അങ്ങ് മീറ്റിങ്ങിന് പോകാൻ പറ്റില്ലല്ലോ. അയ്യോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പവർ അങ്ങ് പോകും, ഇല്ലേ സുരഭി? അതാണ്. ശരിയമ്മ, മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് എന്റെ കൈ കെട്ടിക്കൊടുക്കുക. ആ, അല്ലാതെ അഴിച്ചു കളഞ്ഞ പിന്നെ അതൊരു ഗുണമില്ലതായി. ആ. അയ്യോ സുരഭി, നീ വിഷമിക്കണ്ട. ഏട്ടൻ രാത്രി പേടിച്ചുണരാതിരിക്കാൻ ഒരു നല്ല മാർഗം ഞാൻ കണ്ടിട്ടുണ്ട്. രാത്രി ഉറക്കാതിരിക്കാനുള്ള പരിപാടിയായിരിക്കും. അല്ല, ആനവാൽ മോതിരം. എന്താണ് അത്? കാണാൻ വയ്യ. ആനവാൽ മോതിരം. പണ്ടേ ഞാൻ കുഞ്ഞിലെ പേടിച്ചപ്പോഴേ എന്റെ വല്യമ്മൂമ്മ ഇത് പണിയിച്ച് തന്നതാ. ഇത് ഞാൻ എന്റെ പെട്ടിയിൽ എവിടെയോ വെച്ചിരിക്കുകയാണെന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഓഫീസ് മീറ്റിങ്ങിനൊക്കെ പോകുമ്പോ ഗോൾഡ് അല്ലേ, പോരാത്തതിന് ആനവാലി കെട്ടിച്ചതും. നല്ല ഗെറ്റപ്പായിരിക്കും കാണാനും. ഇതായേട്ടാ പോയാ. അയ്യോ. എന്തൊരു വിഷമം. ഓ, ലക്ഷ്മി കുഞ്ഞ് അങ്ങനെ പറഞ്ഞോണ്ടാണ്. അതം കളാനെ, ഇത് സ്ഥിരം ഉള്ളതല്ലേ, ആദ്യമായിട്ടൊന്നും അല്ല. എന്നാലും അണ്ണന് വേണ്ടിട്ടല്ലേ അണ്ണ ഞാൻ രാവിലെ പോയി ഒരു നൂല് ജപിച്ച് കെട്ടിക്കൊണ്ട് വന്നത്. ഓ സുരഭി, എനിക്ക് അതൊക്കെ അറിയാം, എനിക്ക് മനസ്സിലാവും. പക്ഷെ ലക്ഷ്മി കുഞ്ഞിന് മനസ്സിലാവണ്ടേ? ഞാൻ എന്ത് ചെയ്തിട്ട്? ഒരു കാര്യം ചെയ്യ്, രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല, ഇതാ ചായ ഇട്ട് വെച്ചിട്ടുണ്ട്, ചായ എടുത്ത് കുടി. വേണ്ട മുത്തോണ്ണ. എടുത്തു കുടി സുരഭി. മുത്തുക്കിളി. ആ, സുരഭി മോളെ, എന്തൊരു വിഷമം അവിടെ? ഓ, പ്രതീക്ഷ പോയതിന്റെ ആയിരിക്കും അല്ലേ? അതിന്റെ ഒന്നും അല്ല, ആ, ചാടുകെട്ട സമ്മതിച്ചില്ല, അതിന്റെ ഒരു വിഷമമുണ്ട്. അതിന്റെ പിന്നെ നല്ല വിഷമമുണ്ട്. മോളെ അതിന് വിഷമിച്ചത് കാണോ നീ? കുഴപ്പമില്ല, നല്ല ശരിക്കും വിഷമം. വിഷമായി? എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ വിഷമായിട്ടുണ്ടെങ്കിലേ കണക്കായി പോയി. പിന്നെ ലോകത്തെങ്ങും ഇല്ലാത്ത പോലെ ഒരു ചേട്ടനും അനിയത്തിയും. ഇങ്ങനെയുണ്ടോ ഒരു പരട്ട പാസം? അതെ 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 അതെ, അവര് ചേട്ടനും അനിയത്തിയും തന്നെയാണ്. അതിൽ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല കേട്ടാ. എനിക്ക് അസൂയ തന്നെ മുത്തോണ്ണ. ആ. ഓ, ഇവരുടെ അണ്ണൻ തങ്കച്ചി പാസം കണ്ട് ഒന്നാമത് ക്രിഞ്ചടിച്ച ചത്തു. അതിന്റെ കൂട്ടത്തില് ഭസ്മവും ദുർമന്ത്രവാദവും ഒക്കെ കൊണ്ട് ഏട്ടന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കുവോ? ദുർമന്ത്രവാദോ? ആ, അണ്ണന്റെ പേടി മാറ്റാൻ വേണ്ടിട്ടാണ് ഞാൻ ആ ഭസ്മം ഇട്ട് കൊടുത്തത്. അയ്യടാ, പന പോലെ ഞാൻ ഇവിടെ നിൽക്കുമ്പോ അവള് കൊണ്ടുപോയിരിക്കുന്നു ഭസ്മം ഇടാൻ വേണ്ടിട്ട്. പിന്നെ ഒരു ആനവാൽ മോതിരം കൊടുത്ത വലിയ കാര്യമില്ലേ? ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല ഒരു ആനവാൽ മോതിരം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പേടി മാറുമെന്ന്. അതേടി, വലിയ കാര്യം തന്നെയാ. നീ മാത്രമേ ഇത് കേൾക്കാത്തുള്ളൂ. അല്ലാതെ നിന്നെ പോലെ വിശ്വാസം തേങ്ങാക്കൊല എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ടേ അതിനൊന്നും എന്നെ കിട്ടത്തില്ല. എന്നെ പോലെ യുക്തിപൂർവ്വം തീരുമാനം എടുക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? യുക്തിപൂർവ്വം? ആ. പിന്നെ ആനയുടെ വാലിൽ പോയി ഒരു മുടി എടുത്തിട്ട് അതിനെ മോതിരം ഉണ്ടാക്കി കൊടുക്കുന്നത് പോണേറ്റ്. അല്ല, അത് 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 സുരഭി പറഞ്ഞ സത്യമാണ്. അത് പറയാൻ കാരണം ഈ ആനയുടെ വാലിൽ എന്തുമാത്രം മുടി ഉണ്ടാവും. അപ്പൊ ആനയ്ക്ക് പേടിയും ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. അതിന് ആനയ്ക്ക് ആരെ പേടിക്കാനാ? കാട്ടി നിറങ്ങിയ ആനയെ കഴിഞ്ഞ ആഴ്ച പാട്ട കൊട്ടിയും തീ കാണിച്ചും ഓട്ടിച്ചപ്പോ ഓട്ടമായിരുന്നു, പേടിച്ചേ ആന. അങ്ങനെ പേടിച്ചോടി ആനയുടെ രോമം കൊണ്ടുണ്ടാക്കിയ മുതിരിട്ടിട്ടാണ് പറയുന്നത് പേടി മാറുന്നത്. എന്നാലേ അങ്ങനെ തീ കാണിച്ചാലും പാട്ട കൊട്ടിയാലും ഓടുന്ന ആനയുടെ വാല് കൊണ്ടുണ്ടാക്കിയ മോതിരം അല്ലാതെ പിന്നെ കുയ്യാനയുടെ കൂടെ ഉണ്ടാക്കിയ മോതിരായിരുന്നു. അയ്യോ, ചിരിക്കല്ലേ ചിരിക്കല്ലേ. ഇതങ്ങനെ കുഴിയാനയുടെ കൂടെ കൊണ്ടുണ്ടാക്കിയതല്ല, പിന്നെ ആഫ്രിക്കൻ ആന എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. നീ കേട്ടിട്ടുണ്ടോ? അയ്യോ ഇല്ല. ആ, കേക്കില്ല. ആ ആഫ്രിക്കൻ ആനയുടെ വാല് കൊണ്ടുണ്ടാക്കിയ മോതിരമാണിത്. അന്നതൊക്കെ ചുമ്മാ പറയുന്ന വെറും തള്ളു. ആരെങ്കിലും ഇത് വിശ്വസിക്കോ? പിന്നെ ആഫ്രിക്ക ആന വന്ന് നിക്കയില്ലേ ഇത് എന്റെ കൂടെ പറിച്ചോന്നും പറഞ്ഞിട്ട്. ബെറ്റുണ്ടോ? ബെറ്റുണ്ടോ? ആനയുടെ കൂടെ പറിക്കാനാ? ആനയുടെ കൂടെ പറിക്കാനല്ല. ഇന്ന് വൈകുന്നേരം ഏട്ടൻ വരുമ്പോ ഒന്ന് പേടിപ്പിച്ചു നോക്കാം. ആ മോതിരം കയ്യിലുള്ളിടത്തോളം കാലം എന്റെ ഏട്ടൻ കുലുങ്ങത്തില്ല. അല്ല, ഞാൻ ഒരു കാര്യം ചെയ്യാം, വൈകുന്നേരം വരാൻ നേരത്ത് ഞാൻ തന്നെ വേഷം കെട്ടിട്ട് ഏട്ടനെ പേടിപ്പിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യക്ഷിയുടെ വേഷം കിട്ടിയാൽ മതി, മേക്കപ്പിന്റെ ആവശ്യമില്ല. കാര്യം പറയുമ്പോ അതിന്റെ ഇടയിൽ കയറി ഉണ്ടാക്കല്ലേ. അറിയാതെ ഉണ്ടാക്കി പോയത്. അതിനുള്ള ഞാൻ വേറെ തന്നോളാം. ആ ശരി, യക്ഷി വേഷമെങ്കിൽ യക്ഷി വേഷം. അണ്ണന്ന് പേടിച്ചോട് നമുക്കൊന്ന് കാണണമല്ലോ. ആ, നമുക്ക് കാണാം. അങ്ങനെ എവിടെ എന്റെ ഏട്ടൻ ഓടത്തില്ല. കൂടിപ്പോയാ ഞാൻ വേഷം കെട്ടി നിൽക്കുന്ന കണ്ടിട്ട്
ഇങ്ങനെ ഒരു ചിരി ചിരിക്കും. അല്ലേ? ആ, ആ. ശരി. പേടിച്ച എന്ത് ബെറ്റ് എന്തോന്നാണ്? പേടിച്ചാലോ? പേടിച്ച അങ്ങനെയായിട്ട് പേടിക്കുകയാണെങ്കിൽ ആണെങ്കിൽ? അപ്പൊ തന്നെ ആ മോതിരം ഊരി ഞാൻ മുത്തുവണ്ണന്റെ കയ്യിലോട്ട് അങ്ങ് തരും. എനിക്കോ? മുത്തു മുട്ടത്തിന് വെള്ളം കൊണ്ടുപോടാ. അമ്മ അയ്യോ! അയ്യോ, ഞാൻ മുത്തു. ചേച്ചി, ചേച്ചി. അമ്മ ഞാനമ്മ ലക്ഷ്മിയാ, പേടിക്കണ്ട. അയ്യോ, ഞാൻ ലക്ഷ്മിയാ. എന്ത് കൊച്ചമ്മ? അയ്യോ, അയ്യോ, എന്തെന്നടാ ഇതൊക്കെ? സ്കൂള് വിട്ടതുപോലെ ഓരോരോ വേഷത്തിൽ ഓരോന്ന് കയറി വരുന്നത്. അയ്യോ കൊച്ചമ്മ, ഇത് ഞങ്ങളാണ് മുത്തുവും ലക്ഷ്മി ലക്ഷ്മി കുഞ്ഞും. ലക്ഷ്മി അമ്മ ലക്ഷ്മി ആക്കണം. വെള്ളം. എന്താണ് പാതിരാത്രി മനുഷ്യരെ പേടിപ്പിക്കാൻ ഓരോ വേഷം കെട്ടിക്കൊണ്ട് വരുന്നത്? അത് കൊള്ളാം. മേക്കപ്പ് ചെയ്തോണ്ടിരുന്ന ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വെച്ചത് കൊച്ചമ്മയിലെ വെള്ളം കുളിച്ചില്ലല്ലേ? ഇനിയുണ്ട് കുറച്ചുകൂടെ. അയ്യോ, എടാ ഞാൻ ഗുളിക വായിട്ടിട്ട് വെള്ളം നോക്കിയപ്പോ കണ്ടില്ല. അന്നേരം ഒന്ന് വിളിച്ചു പോയതാ അവരിട്ട് വെള്ളത്തിന് വേണ്ടി. അതാ അമ്മ വെള്ളം. അയ്യോ, എനിക്ക് വേണ്ട വെള്ളം. നിന്നെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് അത് ഗുളിക തന്നെ ഇറങ്ങിപ്പോയി. ആ ഇപ്പൊ മനസ്സിലായല്ലോ വെള്ളമില്ലാതെയും ഗുളിക കഴിക്കാന്ന്. എന്താ അയ്യടാ, ദേ, കൊച്ചമ്മ എന്നെ കൊണ്ടുവന്ന പേടിച്ചാണ്ടോ? ഒരു പശുവിനും പേടിക്കും. എന്താ വട രണ്ടും കൂടെ കുണു 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 കുണാന്ന് പറഞ്ഞിട്ട്. അല്ല, സുരഭിയെ കണ്ടില്ലല്ലോ എന്ന് ആലോചിക്കായിരുന്നു. അയ്യോ, എന്ത് പറ്റി? നീ എന്ത് വല്ല കള്ളിയങ്കാട്ട് നീലിയുടെ വേഷത്തിൽ വരാത്തത് ഇതുപോലെ? അല്ലമ്മ, ഞാൻ ഈ ഒരു കളിക്കില്ല. കളിയാ? എന്തോന്ന് കളി? അതമ്മ ഞങ്ങള് വൈറലാവാൻ വേണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ റീലിടാൻ. എന്തോന്നാണ് വൈറലിനകത്തുള്ള കണ്ടന്റ്? കണ്ടന്റ് എന്താന്ന് ഞാൻ പറയാം അമ്മ. പഴയ സിനിമയില്ലേ വൈശാലി, അതിലെ ഋഷസും കഴിഞ്ഞ് ഒറ്റക്കാലി തപസ് ഇങ്ങനെ ചെയ്യൂലേ, വൈശാലി ചുറ്റും കിടന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കും. അതാണ് ഇന്നവര് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അത് ഇപ്പോഴത്തെ 2024 സ്റ്റൈലിലാ ചെയ്യുന്നത്. ഒന്ന് ട്രാക്കുളയും ഋഷ്യശൃംഗ ട്രാക്കുളയും, മറ്റത് വൈശാലി. അല്ലേ? അതെ അതെ. നല്ല കണ്ടന്റ്. കൊള്ളാല്ലേ? എന്റെ അപ്പൊ ഞങ്ങൾ പ്രാക്ടീസ് പോട്ടാ. ഈ ഒറ്റക്കാലം നിൽക്കുന്ന ഋഷിശൃംഗനെയും തപസളക്കാൻ നടക്കുന്നവളെയൊക്കെ ഞാനിവിടുന്ന് കാണിട്ടാ. നല്ല രസമല്ലേ കളി? അല്ല, ചെല്ല് കളിച്ച് കാണിച്ചു കൊടു. പ്രാക്ടീസ് ആയില്ലല്ലോ. എന്നാലും ഒന്ന് കാണിച്ചു കൊടുക്ക്. പ്രാക്ടീസ് ആയില്ല. അത് നോക്കട്ട്. കാണിക്ക്. കാണിക്കാം. കാണിച്ചു കൊടു. ഒറ്റക്കാലി നിക്ക്. ചെല്ല് കാണിച്ചു കൊടുക്കാം അമ്മയ്ക്ക് രണ്ടുപേരും. ശരി. എന്താ ഇങ്ങനെയാണത് പറയുന്നത് ഋഷിശൃംഗൻ? കളിച്ചോ. ഋഷ്യശൃംഗ പ്രാക്ടീസ് ആയി വരുന്നേ ഉള്ളൂ കൊച്ചമ്മ. കളി തേടുവതേതൊരു ദേവപദം വെച്ചിട്ടുണ്ട് നിനക്ക്. തേടുവതേതൊരു ദേവപദം, ദേവപദം വരെ പഠിച്ചോളൂ. തേടുവതേതൊരു കാല് നേരെ ആയില്ല. നേരെ വെക്ക്. നേരെ വെക്കാം. ഏതായാലും വാദം പിടിച്ച ഋഷിശൃംഗനെ ഞാൻ ആദ്യം കാണുക. ശരി കൊച്ചമ്മ. പാടി. അല്ല, അമ്മയ്ക്ക് ഗുളിക എടുത്തു കൊടുത്ത കഴിച്ചു കഴിഞ്ഞ്. പാവം പ്രേതങ്ങൾ കാത്തിരുന്നങ്ങ് ഉറങ്ങിപ്പോയി. പ്രസവട്ടം വന്ന് ചേച്ചി, പ്രസവട്ടം വന്ന് മുത്തണ പ്രസവട്ടം വന്ന് പ്രസവട്ടം വന്ന്. മോതിരം തരൂല്ലോ, ഉറപ്പാണല്ലോ. മോതിരം തരണം മറന്നു പോകരുത്. എത്ര പ്രാവശ്യം ചോദിക്കും? അപ്പൊ തരാന്ന് പറഞ്ഞാലേ. അയ്യോ, എനിക്ക് പോകുന്ന മൂത്രം ഒഴിക്കണം. ഇപ്പൊ തന്നെ പോണം. നിങ്ങൾ പോയി എങ്ങനെയാണ് എനിക്ക് 100 ഒത്തിക്കുന്നവരെ പിടിക്കാൻ പറ്റുന്നത്? ഇത് പെട്ടെന്ന് പോയിട്ടോ. കാര്യം അവസാനം നിമിഷം വന്നിട്ട് കാര്യം നീ ഒന്ന് ചെല്ലടി. ദൈവമേ, അവളെ തന്ന മോതിരൂട്ടില്ലല്ലോ. ഇതൊക്കെ 3 വയസ്സിലെന്തോ കൊടുത്തതാണെന്ന് തോന്നണം. ഈ മുത്തോടെ എവിടെ പോയി കിടക്കുന്നു? തുറക്കും.
എന്തായി അയ്യോ, പ്രക്ഷോഭണ്ണ. അപ്പൊ എനിക്ക് മോതിരം കിട്ടി, മോതിരം കിട്ടി. എന്തോ കാണിക്കുന്നത്? ഒന്ന് വിളിക്ക്. പ്രശോഭുഞ്ഞേ, ഏട്ടാ പ്രശോഭുഞ്ഞേ, പ്രശോഭുഞ്ഞേ, ഏട്ടാ പ്രശോഭുഞ്ഞേ, പ്രശോഭുഞ്ഞേ. അയ്യോ, അയ്യോ. പേടിക്കല്ലേ, ഡ്രാക്കുള യക്ഷി. അല്ല, മുത്തുവണ്ണേ, ലക്ഷ്മി കുഞ്ഞ്. ലക്ഷ്മി. നിങ്ങൾക്ക് എന്തിന്റെ കുത്തല? അയ്യോ ഇതൊരു ഗെയിം ആയിരുന്നു. ഗെയിം എന്താണെന്ന് പറഞ്ഞുകൊടു. അതെ ആനവാൽ മുതലില്ലേ ഞാൻ രാവിലെ തന്നത്, ഞാൻ പറഞ്ഞു അത് ഇട്ട് കഴിഞ്ഞാൽ ഏട്ടൻ പേടിക്കത്തില്ല. അപ്പൊ മുത്തോണ്ണൻ പറഞ്ഞു പേടിക്കുന്നു, ഇവളും പറഞ്ഞു, സുരഭിയും പറഞ്ഞു പേടിക്കുന്നു. അങ്ങനെ ഞങ്ങളൊരു പന്തയം വെച്ചു. ഏട്ടൻ പേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തോണ്ണന് ഞാൻ ആ മോതിരം കൊടുക്കാം. അതെ, അതെ. ഇപ്പൊ ഞാൻ തോറ്റു, ഇനി ആ മോതിരം കൊടുക്കണം. ഇനി മോതിരം മോതിരം താ. കിട്ടുന്ന ആവശ്യം. മനുഷ്യന്റെ ജീവൻ വെച്ചാണോ കളിക്കണത്? ജീവൻ വെച്ച് കളിക്കാതിരിക്കും. എനിക്ക് അതുകൊണ്ട് കാര്യം, എനിക്ക് എന്റെ മോതിരം വേണം. ഒന്ന് അടങ്ങ് തരൂ, കൂടണ്ണ. മോതിരം താ, ഞാൻ സെറ്റിൽ ചെയ്തോ. കൂടണ്ണ. മോതിരം മോതിരം മോതിരന്റെ വായില് വയലിൽ ആ, എവിടെ? വയലില്ലല്ല. അപ്പം വിഴുങ്ങിയ അപ്പൊ ലക്ഷ്മി കുഞ്ഞിനെ കണ്ട് പേടിച്ചോ വയറ്റത്തോടെ വിഴുങ്ങിയല്ലേ സംഭവം. എനിക്കിപ്പോ എന്റെ മോതിരം വേണം. എന്ത് ചെയ്യും? വിഴുങ്ങി. എന്തെങ്കിലും എനിക്കറിയേണ്ട കാര്യമില്ല. വിഴുങ്ങിയാലും വിഴുങ്ങിയാലും എനിക്ക് എന്റെ മോതിരം വേണം. ഒരു കാര്യം ചെയ്യും, എന്ത്? നാളെ ടോയ്ലറ്റിൽ പോകുമ്പോ മുത്തോണ്ണൻ കൂടെ ചെല്ലും. ടോയ്ലറ്റിൽ നിന്ന് എടുക്കാനാ? ഞാൻ ആത്മാഭിമാനമുള്ള ആളാണ്. ടോയ്ലറ്റിൽ നിന്ന് മോതിരം എടുക്കാനേ ഞാൻ അത്രയ്ക്ക് ചെറ്റൊന്നുമല്ല. അപ്പൊ നിങ്ങക്ക് മോതിരം വേണ്ടേ? ഫ്രീ ആയിട്ട് തരാൻ പറഞ്ഞാൽ എനിക്ക് മോതിരം വേണ്ട. അല്ലേ എന്നാ പിന്നെ വൈദ്യുതി തന്നെ കിടന്നോട്ടെ. കിടന്നോട്ടെ, തുറന്നല്ലേ? എനിക്കൊന്നും ആ, അയ്യേ. എടുക്കണ്ട. നാളെ മോതിരം കിട്ടുമ്പോ പറഞ്ഞേക്കരുത്. മോതിരം കിട്ടി. മോതിരം കിട്ടിയാ? ദേ, ഇതല്ലേ? മോതിരം താ. ഇതല്ലേ? അതല്ലേ മോതിരം. അതന്നെ മോതിരം താ, മോതിരം താ. ഏ? അത് തന്നെ. ആ. മോതിരം താ. ആർക്ക്? എനിക്ക്. എന്തിന്? എന്തിന്? ഏ? എന്തിന്? നിങ്ങളല്ലേ ഇപ്പൊ കുറച്ചു മുന്നേ പറഞ്ഞത് നിങ്ങൾക്ക് അന്തസ്സുണ്ട്, അഭിമാനമുണ്ട്, ഞാൻ ചെറ്റയല്ല അങ്ങനെയല്ലാന്ന്. ചോ, ഞാൻ എപ്പോഴും ആ, പറഞ്ഞു. നേരത്തെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. ആ, പറഞ്ഞു, അവൻ കേട്ടു. അങ്ങനെ പറയില്ലേ? ആ, വാക്ക് പറഞ്ഞ വാക്കായിരിക്കാം. അതന്നെ എനിക്ക് പറയാനുള്ളത്. വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ, വാക്കായിരിക്കും. എന്നാ പറഞ്ഞ ഇങ്ങോട്ട്. അറ്റ്ലീസ്റ്റ് ഡ്രാക്കുള കോട്ടയ്ക്കെങ്കിലും നിങ്ങളൊരു അഭിമാനം ഏ, കാണിക്കും. അഭിമാനം ട്രാക്കുള കോട്ട പിടിക്കേണ്ട കാര്യം തോന്നുന്നു. ഇവിടെ വാ ട്രാക്കുള കോട്ട. അങ്ങനെ അല്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുക. ആ, പിന്നെ ഇവിടെ നിൽക്കേണ്ട കാര്യം തോന്നുന്നു. ആ, അണ്ണാ. വാക്ക് പറഞ്ഞ വാക്ക്. അണ്ണ പോയി വല്ലതും കഴിക്കാൻ നോക്ക്. ചെല്ല്. എന്നാ, ഇത് വെച്ചിരുന്നു. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.